ഒരൊറ്റ സിനിമ കൊണ്ട് വളരെ പോപ്പുലർ ആകുക, അത് മലയാളത്തിൽ മാത്രമല്ല പല ഭാഷകളിലും പോപ്പുലർ ആവുക. മാത്രവുമല്ല ഈ കുട്ടിയെ നമുക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. വളരെ ക്യൂട്ട് ആൻഡ് ബബ്ലി ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. നമ്മുടെ അഡാറ് ലവ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ നായികമാരിൽ ഒരാളായ നൂറിനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ചോദിക്കാം നമുക്ക്. അതെ, നൂറിനോട് നമുക്ക് നൂറിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. നമുക്ക് പ്രജിനറിയോ, നൂറിൻ നമ്മുടെ ഫ്ലവേഴ്സിൽ കുറച്ച് നാളുണ്ടായിരുന്നു, ജോലിയല്ലായിരുന്നു. നൂറിൻ ഫ്ലവേഴ്സിലെ കോമഡി സൂപ്പർ നൈറ്റ് എന്ന പ്രോഗ്രാമിൻ്റെ ഫ്ലോറിൽ നൂറിൻ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കുട്ടിയാണ് ഇപ്പോൾ തെന്നിന്ത്യ ഏകദേശം അടക്കി വാഴുന്നതെന്ന് തന്നെ പറയാം. കാരണം എല്ലായിടത്തും വലിയ പോപ്പുലാരിറ്റി ആയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ഫ്ലവേഴ്സിൻ്റെ കൂടെയുള്ള ആ ഒരു കണക്ഷൻ ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ 2 വർഷമായിരിക്കും. ഞാൻ സെറീനൻസ് ഒരു ഡാൻസ് ടീമിൽ സജനാൻ്റെയാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാമിന് വന്നു. ആദ്യം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി. എൻ്റെ ഫസ്റ്റ് ഒരു അല്ലെങ്കിൽ ടി വിക്ക് മുന്നേ വരുന്ന ഒരു ചാനലിലേക്ക് മുന്നിൽ വരുന്ന ഫസ്റ്റ് പ്രോഗ്രാമായിരുന്നു അത്. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എല്ലാവരും നമ്മളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ ഓടിച്ചടിയൊക്കെ നടക്കും. എനിക്കൊന്ന് നിങ്ങളുടെ കുട്ടികളുള്ള നമ്മുടെ കുറേ പേര് എന്നെ കളിയാക്കി ആക്കും. എൻ്റെ മുടി പറഞ്ഞ് എൻ്റെ സംസാരത്തൊക്കെ പറഞ്ഞ് ഇടയ്ക്ക് കളിയാക്കാറൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി ഇപ്പോൾ ഇവിടെ വന്നു, അതേ ചാനലിൽ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നൂറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഈ കേളി ഹെയർ ആണ്. ഇത് ഇങ്ങനെ ആക്കിയതാണോ അല്ല മുൻപേ തന്നെ ഇങ്ങനെയാണോ, ജന്മന ഇങ്ങനെയാണോ? അല്ല, എനിക്ക് ജനിച്ചപ്പോഴേ ചുരുണ്ട മുടിയായിരുന്നു. പക്ഷേ ഇങ്ങനെയല്ലെന്നേ ഉള്ളൂ. പണ്ടൊന്നും എനിക്കെൻ്റെ മുടി ഇഷ്ടമേ അല്ലായിരുന്നു. കാരണം എൻ്റെ കൂടെ പഠിക്കുന്നവർക്കെല്ലാം നല്ല നീണ്ട മുടി നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പിന്നെ ഇടണം എന്നുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ ഇടാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് അന്ന് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം ചുരുണ്ട മുടിയൊക്കെ ഇഷ്ടമായി തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മുടി ഇഷ്ടപ്പെട്ടു തുടങ്ങി. നൂറിനൊരു ഐഡന്റിറ്റി ഉണ്ട് സ്വന്തമായിട്ട്. കാരണം ഈ ഒരു കേളി ഹെയർ, ഞങ്ങൾ എല്ലാവരും നൂറിനെ കാണുമ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു കേളി ഹെയറിലേക്കാണ് ഞങ്ങളുടെ ആ ഒരു ലുക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നൂറിനെ കാണുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു കേളിക്കുട്ടി അല്ലെങ്കിൽ ചുരുണ്ടമുടി കുട്ടി എന്നൊക്കെ ആയിരിക്കുമല്ലോ മനസ്സിൽ വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ പേര് മറന്നുപോയാൽ തന്നെ ഒരു ചുരുണ്ടമുടി കുട്ടി എന്നൊക്കെ വിളിക്കാറുണ്ടോ? അല്ല, എൻ്റെ പേരിനെ കാട്ടി എല്ലാവർക്കും അറിയാവുന്നത് ചുരുണ്ട മുടി എന്നാണ്. അല്ലെങ്കിൽ എനിക്കൊന്ന് ഞങ്ങളുടെ സിനിമ ബാക്കിയുള്ള ഭാഷയിലൊക്കെ ഇറങ്ങിയപ്പോഴും അവിടെയുള്ളവർക്ക് എൻ്റെ പേരേ അറിയില്ല. കുറച്ചെങ്കിലും എന്നെ അറിയുന്ന മലയാളികൾക്ക് ആയിരിക്കാം. അപ്പോൾ അവരൊക്കെ പറയുന്നത് കേളി ഹെയർ ഗേൾ അല്ലെങ്കിൽ ചുരുണ്ട മുടി കുട്ടി അങ്ങനെ പറയാം. ആദ്യ സിനിമ ഒരുപാട് ഭാഷകളിലേക്ക് വരും എന്നൊക്കെ തന്നെ കരുതിയിരുന്നോ? ഇങ്ങനെ ഇത്രയും വലിയൊരു രീതിയിലേക്ക് ഈ സിനിമ മാറുമെന്നൊക്കെ സ്വപ്നം കണ്ടിരുന്നു ശരിക്കും? ഇല്ല, ഒരിക്കലും ഇല്ല. പക്ഷേ ഇതിക്കുള്ള ഞാൻ ആഗ്രഹിക്കാനേ പാടില്ല. കാരണം ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 ഭാഷയിൽ ഒരു സിനിമയിൽ അഭിനയിച്ച് ഇറങ്ങുന്നതിന് കിട്ടുന്ന അതേ തുല്യ റെസ്പോൺസാണ് കിട്ടിയത്. എന്താ പറയുക, എല്ലാവർക്കും വേൾഡ് വൈഡ് ഹിറ്റാവുക, അതിലൊരു സോങ് ടീസർ, അത് കഴിഞ്ഞ് 4 ഭാഷയിൽ റിലീസാവുക, ഒരേ ദിവസം തന്നെ റിലീസാവുക. നൂറിൻ പറഞ്ഞതുപോലെ 4 ഭാഷകളിലെ നായികയാണ്. എല്ലായിടത്തും വളരെ വലിയ റെസ്പോൺസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി ഭാഷകളിൽ നിന്നൊക്കെ വന്ന ആ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എല്ലാവരും നന്നായിന്ന് പറഞ്ഞു. മലയാളത്തിൽ ഒഴികെ അവിടെ എല്ലാവർക്കും ഇഷ്ടമായി സിനിമ. നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ബേസിക്കലി നൂറിനൊരു ഡാൻസറാണ്. നേരത്തെ തന്നെ ഈ പറയുന്ന പോലെ പല വേദികളിലും ഡാൻസ് പെർഫോമൻസ് ഒക്കെ നടത്തിയതാണ്. ഈ അഡാർ ലവിൽ ഡാൻസ് സീക്വൻസ് ഉണ്ടായിരുന്നോ? അത്തരത്തിൽ ഡാൻസ് ചെയ്യാൻ അവസരം ലഭിച്ചിരുന്നോ? കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത്യാവശ്യം മൂവിയിൽ ഡാൻസ് സീക്വൻസ് ഒക്കെ വരുന്നിടത്തെല്ലാം എനിക്ക് ഒമർക്കാർക്ക് അറിയാം ഞാൻ അത്യാവശ്യം ഡാൻസ് കളിക്കുന്നത്. സോ ഒമർക്ക് അത് മാക്സിമം എനിക്ക് സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ മറ്റൊരു കാര്യം, ഈ അഡാർ ലവുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവാദം പോലൊക്കെ ഒന്ന് കുത്തിപ്പൊക്കാൻ ആൾക്കാർ ശ്രമിച്ചിരുന്നു. അതായത് പ്രധാന നായികയുടെ വേഷമല്ല നൂറിന് കിട്ടിയത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ അഡാർ ലവിലേക്ക് എങ്ങനെ നൂറിൻ എത്തി എന്നൊന്ന് പറയോ? പ്രധാന നായക കഥാപാത്രം എന്നൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇക്കടെ ചങ്സിൽ എനിക്കൊരു കുഞ്ഞി വേഷം ഉണ്ടായിരുന്നു. അത് ഓഡിഷൻ വഴിയാണ് ഞാൻ വന്നത്, ബാലുചേട്ടൻ്റെ സിസ്റ്ററായിട്ട്. അപ്പോൾ അന്നൊക്കെ ഇതേ കണക്ക് +2 സ്റ്റുഡൻസിൻ്റെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്. ഓഡിഷൻ താല്പര്യം ഉണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ ഓഡിഷൻ വന്നപ്പോൾ ഇക്കാക്ക് കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് നൂറിനെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അഡാർ ലവിൻ്റെ പാർട്ടാവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും ഹിറ്റായി, സ്ക്രിപ്റ്റ് ചേഞ്ചിങ് വന്നു. അന്നും ഞാൻ ഇക്കായി വിശ്വസിച്ചു. കാരണം അന്നും ഇക്ക എന്നോട് പറഞ്ഞു നിനക്കുള്ള സ്പേസ് നല്ല മൂവിയിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് റിലീസായി ഒരിക്കൽ പോലും ഞാൻ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. റിലീസായപ്പോൾ ഇക്ക പറഞ്ഞ കണക്ക് തന്നെ എനിക്കുള്ളൊരു സ്പേസ് പ്രേക്ഷകർക്കിടയിൽ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയില്ല. എന്തായാലും നൂറിൻ വിശേഷങ്ങൾ പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. കാരണം ഇനിയും ഒരുപാട് സിനിമ അവസരങ്ങൾ നൂറിനെ തേടിയെത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്.